ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് സി ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു എമർജൻസി ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ്. ഒരു റീചാർജബിൾ ആയിട്ടുള്ള ഒരു എമർജൻസി ലൈറ്റ് ലോ കോസ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിന് ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു LED സ്ട്രിപ്പാണ്. ഒരു 3 കോളം LED സ്ട്രിപ്പ് നമുക്ക് വേണം. ഇത് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഓസ്വാൾ എന്ന ഒരു കമ്പനിയുടെ LED സ്ട്രിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 42 SMD LED ഉള്ളതാണ്. ഇത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. കടയിലൊക്കെ ഇന്ന് 120 രൂപ 130 രൂപക്കൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കത്തിച്ച് കാണിക്കാം. ഇതിൻ്റെ ബ്രൈറ്റ്നെസ് എത്രയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ഒരു LED സ്ട്രിപ്പാണിത്. ഇതിപ്പം നിങ്ങളുടെ കയ്യിൽ ഓസ്വാളിൻ്റെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കമ്പനിയുടെ ആയാലും മതി. പക്ഷേ ഇതേപോലത്തെ ഒരു LED സ്ട്രിപ്പ് വാങ്ങിച്ചാൽ മതി. ഇപ്പം ക്യാമറ നല്ലോണം വരാത്തതുകൊണ്ടാണ്. ഇതിനെക്കാട്ടും നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് ഈ LED സ്ട്രിപ്പിന്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പീഡ് കൺട്രോളറാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ സ്വിച്ച് ഉപയോഗിച്ചാലും മതി. ഇത് ഓപ്ഷനിലാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാ സ്വിച്ച് ഉപയോഗിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ജസ്റ്റ് കാണിക്കാനായിട്ട് മാത്രം വാങ്ങിച്ചതാണ് ഈ സ്പീഡ് കൺട്രോളർ. എന്താ ഈ ബാറ്ററി എന്തോന്ന് ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഈ ബാറ്ററി ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് 3.7 വോൾട്ടിൻ്റെ 18650 സെല്ല് വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ 3 സെല്ല് ഒരുമിച്ചൊരു പ്രൊട്ടക്ഷൻ ബോർഡിൽ കണക്ട് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നൊരു ബാറ്ററിയാണിത്. 12 വോൾട്ട് ഔട്ട് വരുന്നൊരു ബാറ്ററിയാണ്. ഇത് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആ ബോർഡ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡയാഗ്രാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് ഈ ബാറ്ററി ഈസി ആയിട്ട് നോക്കി ഉണ്ടാക്കാനേ ഉള്ളൂ. ഈ 18650 ബാറ്ററി നമുക്ക് ലാപ്ടോപ്പിൻ്റെ ബാറ്ററിൻ്റെ അകത്ത് കിട്ടുന്നതാണ്. നമുക്ക് ഫ്രീ ആയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ ബാറ്ററി കിട്ടും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ എമർജൻസീൻ്റെ ഒരു രൂപത്തിൽ ഒരു കാർഡ്ബോർഡ് മുറിച്ചൊരു ബോക്സ് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ മുമ്പിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് കുറച്ച് ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്തിനാണ്. ഇതായിപ്പോൾ കാണുന്നില്ലേ, ഇങ്ങനത്തെ ഒരു റിഫ്ലക്ടർ അതിൽ വെക്കാനായിട്ട് മാത്രമായിട്ടാണ് ഞാൻ ഹോൾ ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഈ റിഫ്ലക്ടർ ഇല്ലെങ്കിൽ ഇന്ന് വരെ നമുക്ക് ബിങ്കോയോ ലേസിൻ്റെയൊക്കെയോ കവറ് നടുവേ മുറിച്ചിട്ട് ഒട്ടിച്ചാലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഈ പഴയൊരു എമർജൻസീൻ്റെ റിഫ്ലക്ടർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതെടുത്തിരിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ റിഫ്ലക്ടർ സ്ക്രൂ ചെയ്ത് വെക്കാം ആ ഹോളിൻ്റെ അകത്തൂടെ, അല്ലെങ്കിൽ ഹോട്ടിൽ ഒടിച്ച് അവിടെ ഒട്ടിച്ച് വെക്കാന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ആ 2 ഹോൾ ഇട്ടിട്ടുള്ളത്. ആ റിഫ്ലക്ടർ അതിൽ തന്നെ അനങ്ങാതെ ഇരിക്കാനായിട്ട് വേണ്ടിയിട്ട്. ഈ ഹോട്ട് ഗ്ലൂ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാധാ സൂപ്പർ ഗ്ലൂവോ അറാൾഡൈറ്റോ എംസിയിലോ വെച്ചൊക്കെ ഒട്ടിക്കാന്നേ ഉള്ളൂ നമുക്ക്. ഓക്കെ, അതായത് ഇപ്പോൾ ഹോട്ട് ഗ്ലൂ ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതിൻ്റെ അകത്ത് കയറ്റി ഒട്ടിച്ചാൽ മതി. ഹോട്ട് ഗ്ലൂ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഹോട്ട് ഗ്ലൂ ഇപ്പോൾ ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ LED സ്ട്രിപ്പിൻ്റെ വയർ അത് ആ റിഫ്ലക്ടറിൻ്റെ അകത്തൂടെ കയറ്റി അപ്പുറത്തെ സൈഡിലേക്ക് ഇറക്കുവാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ 3ാമതായിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ കണ്ടു കാണുന്നത്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ആ വയർ അതിൻ്റെ അകത്തൂടെ കയറ്റി ഇറക്കുവാണ്. ഇപ്പോൾ ഈ റിഫ്ലക്ടറിന് പാകമായിട്ടുള്ളൊരു LED സ്ട്രിപ്പാണ് ഞാൻ വാങ്ങിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും വലിയ LED സ്ട്രിപ്പൊക്കെ വാങ്ങിക്കാന്നേ ഉള്ളൂ. പക്ഷെ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഞാൻ ഇപ്പോൾ ഹോട്ട് ഗ്ലൂ വെച്ചാണ് ഇത് ഒട്ടിക്കുന്നത് ആ LED സ്ട്രിപ്പ്. ഇതിപ്പോൾ ഒട്ടിയിട്ടുണ്ട് അതിനകത്ത്. ഈ LED സ്ട്രിപ്പിൽ നമുക്ക് സ്ക്രൂ ചെയ്യാനുള്ള ഒരു ഹോൾ അവർ ഇട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെ സ്ക്രൂ ചെയ്ത് വേണമെങ്കിലും അത് ഫിറ്റ് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി ഇതിൻ്റെ അകത്തുള്ള വർക്കിംഗ് ആണ് ഉള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ അവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ സ്പീഡ് കൺട്രോളറിൻ്റെ നോബ് പുറത്തേക്ക് ഇറക്കാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഹോൾ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് സ്പീഡ് കൺട്രോളർ അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഇറക്കാനുള്ള ഹോൾ ഇട്ടാലും മതി. ഇതിൻ്റെയൊക്കെ ഒരു ഡയാഗ്രാം ഞാൻ താഴെ ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് ഇതിൻ്റെ ഡയാഗ്രാം നോക്കി വയറിംഗ് ഒക്കെ ചെയ്യാന്നേ ഉള്ളൂ. ശരിക്കും ഡയാഗ്രാം ഇല്ലാതെ തന്നെ നമുക്ക്
ഈ വയറിംഗ് ഒക്കെ ചെയ്യാന്നേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങോട്ടൊക്കെയാണ് വയർ കയറ്റേണ്ടതെന്നൊക്കെ. ഇപ്പം ഞാൻ LED വയർ ഔട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി ആ ബാറ്ററിൻ്റെ വയറാണ് ഞാൻ ഇപ്പം കയറ്റുന്നത്. ഞാനിപ്പം സാധനമൊക്കെ വാങ്ങിക്കേണ്ടതും പിന്നെ ഈ ഡയഗ്രാമിൻ്റെയൊക്കെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ട് ഇടുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ലിങ്കൊക്കെ നോക്കി ചെയ്യാന്നേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ, ആ നോബി പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നോബ് ഊരി കിട്ടുന്നതായിരിക്കും. അതിൻ്റെ കൂടെ ഒരു നട്ടും വാഷറും കാണും. അത് നേരത്തെ തന്നെ ഞാൻ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ആ നട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് നമുക്ക് അതിൽ ഫിറ്റ് ചെയ്യാന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ആ നട്ടൊക്കെ തന്നിട്ടുള്ളത്. നോബ് ആ ഹോളിൻ്റെ അകത്തൂടെ കയറ്റി ഇറക്കി ഇനി അപ്പുറത്തെ സൈഡിൽ ആദ്യം ആ വാഷർ ഇട്ടിട്ട് ആ നട്ടിടാൻ പോവാണ് ഞാൻ. ഇത് നല്ല ടൈറ്റായിട്ട് വെക്കണം. മാത്രമല്ല നോബ് ഫുള്ളായിട്ട് പുറത്ത് വരുന്ന രീതിയിലായിരിക്കണം. എന്നാലേ അത് കറങ്ങാൻ പറ്റത്തുള്ളൂ. അതിന് മാത്രമല്ല അത് സ്ക്രൂ ചെയ്യണമെങ്കിൽ ആ നോബ് ഫുള്ളായിട്ട് പുറത്തേക്ക് വരണം. ഈ നട്ടിട്ട് ടൈറ്റ് ആവണമെങ്കിൽ. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ആ നോബ് തിരിച്ചതിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. നോബിൻ്റെ മുമ്പിലുള്ള തിരിക്കുന്ന. ഓക്കെ, ഇപ്പോൾ ആ ബാറ്ററി ഞാൻ അകത്തേറ്റി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ വയറൊക്കെ ജസ്റ്റ് ആ സൈഡിലേക്കൊക്കെ ആക്കിയിട്ട് ആ ബാറ്ററി ഞാൻ ഇപ്പോൾ ഹോട്ട് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ കണ്ടോ, ബാക്കിലേക്ക് ഞാൻ ഒരു കാർഡ്ബോർഡ് ഞാൻ ഇപ്പോൾ നേരത്തെ തന്നെ മുറിച്ച് പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചാർജ് ചെയ്യാനുള്ളൊരു പോർട്ടുണ്ട്. അത് ആ ബാറ്ററിയിലുള്ളതാണ്. അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. ഈ ബാറ്ററീൻ്റെ ഒരു ഡയഗ്രാം ഞാൻ താഴെ ലിങ്ക് തരുന്നുണ്ട്. നിങ്ങൾ അവിടെ ചെന്നിട്ട് അത് നോക്കി ചെയ്യണം ഈ ബാറ്ററീൻ്റെ വയറിംഗ് ഒക്കെ. ഇപ്പം അത് ഒട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ കാർഡ്ബോർഡ് ഒട്ടിയിട്ടുണ്ട്, ബാറ്ററി എല്ലാം ഒട്ടിയിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മൂടാനായിട്ട്, ആ LED സ്ട്രിപ്പ് മൂടാനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും വേണം. അപ്പോൾ ഇതിൻ്റെ ആ എമർജൻസിൻ്റെ റിഫ്ലക്ടറിൻ്റെ കൂടെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലിഡായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ലിഡ് ഇല്ലെങ്കിൽ സാധാ പ്ലാസ്റ്റിക് കുപ്പി മുറിച്ച് ഒട്ടിച്ചാലും മതി. ഇപ്പോൾ നമ്മുടെ എമർജൻസിൻ്റെ വർക്ക് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കത്തിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഇതിപ്പോൾ ഏറ്റവും ലോയിലാണ്. ഇപ്പോൾ ഹൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇപ്പം ഏറ്റവും ഹൈന്ന് ലോ ആയി. ഇപ്പം ഏറ്റവും ഹൈ. ഇപ്പോൾ ജസ്റ്റ് ഞാൻ അത് കറക്കി ഒന്ന് കാണിക്കുവാണ് നിങ്ങൾക്ക് അതിൻ്റെ പ്രകാശം. ഇപ്പോൾ ക്യാമറ ആയതുകൊണ്ട് നല്ലോണം വരത്തില്ല. ഞാൻ ഇപ്പോൾ പുറത്ത് ചെന്നിട്ട് നിങ്ങളെ ഒന്ന് കത്തിച്ച് കാണിച്ചു തരാം. ഇത് പുറത്താവുമ്പോൾ നല്ല പ്രകാശമുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഈ മരത്തിൻ്റെയൊക്കെ ഇല ഇപ്പം രാത്രിയാണ്. നല്ല രാത്രിയായിട്ട് നല്ലോണം കാണാൻ പറ്റുന്നില്ലേ. അപ്പം നല്ല പ്രകാശമുള്ള ഒരു LED സ്ട്രിപ്പാണിത്. അപ്പോൾ ഗൈസ്, നമ്മുടെ എമർജൻസി എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.